നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വേനൽ ചൂടിൽ വെന്തുരുകി വയനാട്. സൂര്യാഘാതം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പകൽ സമയങ്ങളിൽ ജോലി ചെയ്യുന്നവർ സമയക്രമം പാലിക്കണമെന്ന് അധികൃതർ. ഈ വർഷത്തെ കൂടിയ താപനില 32.7 ഡിഗ്രി സെൽഷ്യസ്. പൂക്കളുടെ മഹാമേള പൂപ്പൊലി ഏപ്രിൽ 12 നടത്തുമെന്ന് അധികൃതർ. സംഘാടക സമിതി രൂപീകരണ യോഗം മാർച്ച് 5. ബാണാസുര സാഗറിൽ ഹൈഡൽ ടൂറിസം കേന്ദ്രത്തിലെ ജീവനക്കാർ നടത്തിവന്ന പണിമുടക്ക് താൽക്കാലികമായി അവസാനിച്ചു. നാളെ ജില്ലയിലെത്തുന്ന വൈദ്യുതി മന്ത്രി എം മണിയുമായി ചർച്ച നടത്തും. വേറിട്ട മാതൃകയുമായി മുട്ടിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. കലാലയത്തിൽ നിന്ന് വിട പറയുമ്പോൾ പരസഹായമില്ലാതെ നടക്കാൻ കഴിയാത്ത സഹപാഠിക്ക് സ്നേഹസമ്മാനമായി നൽകിയത് ഓട്ടോമാറ്റിക് വീൽ ചെയർ. മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ ലോറിയിൽ അനധികൃതമായി കടത്തിയ സിഗരറ്റ് പിടികൂടിയത് 1,20,000 സിഗരറ്റ്. നാളെ മഹാശിവരാത്രി. ശിവരാത്രി മഹോത്സവത്തിന് ജില്ലയിലെ ക്ഷേത്രങ്ങൾ ഒരുങ്ങി. വിശദമായ വാർത്തകളിലേക്ക്. വേനൽ ചൂടിൽ വെന്തുരുകി ജില്ല. വേനൽ ശക്തി പ്രാപിച്ചതോടെ പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. ഒരാഴ്ചയായി ശരാശരി ചൂട് 30 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് കുറഞ്ഞിട്ടില്ല. ജില്ലയിലും സൂര്യാതാപം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പകൽ സമയങ്ങളിൽ പുറം സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർ സമയക്രമം പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ഇതിനിടെ ശനിയാഴ്ച ജില്ലയിൽ ചിലയിടങ്ങളിൽ വേനൽ മഴ ലഭിച്ചത് ആശ്വാസവുമായി മാറി. ജില്ലയിൽ ഈ വർഷത്തെ ഉയർന്ന താപനില തിങ്കളാഴ്ചയാണ് രേഖപ്പെടുത്തിയത്. 32.7 ഡിഗ്രി സെൽഷ്യസാണ് തിങ്കളാഴ്ചത്തെ താപനില. ഒരാഴ്ചയായി ശരാശരി ചൂട് 30 ഡിഗ്രി സെൽഷ്യസിൽ കുറഞ്ഞിട്ടില്ല. ഇതിനിടെ സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വരും ദിവസങ്ങളിൽ ചൂട് ശരാശരിയിൽ കൂടാൻ സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നതോടെ ജില്ലയിലും മുൻകരുതൽ നിർദ്ദേശം നൽകി. 2 മുതൽ 4 ഡിഗ്രി വരെ ചൂട് കൂടാനിടയുണ്ടെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ അനുമാനം. ചൂട് കൂടിയ സാഹചര്യത്തിൽ അടിയന്തര സാഹചര്യങ്ങളിൽ ജില്ലാ എമർജൻസി ഓപ്പറേറ്റിംഗ് സെന്ററിലേക്കും വിളിക്കാം. ജില്ലയിൽ സൂര്യാതാപം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പകൽ സമയങ്ങളിൽ ജോലിയിൽ ഏർപ്പെടുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അധികൃതർ അറിയിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ മലകളും വെജിറ്റേഷനും ഉള്ള ഒരു പ്രദേശമാണ് വൈത്തിരി താലൂക്ക് എന്ന് പറയുന്നത്. ഈ പ്രദേശത്തേക്ക് എത്തുമ്പോൾ നമുക്ക് ചെമ്പ്രമലയുണ്ട്, മണിക്കുന്നുമലയുണ്ട്, മറ്റേ സുഗന്ധഗിരിയുണ്ട്, ഇതൊക്കെയുണ്ട്. അപ്പോൾ ഇവിടത്തേക്ക് വെജിറ്റേഷൻ നമ്മൾ ഒരു പരിധിവരെ ഇതിനെ തടഞ്ഞു നിർത്തിയിരുന്നെങ്കിലും അതിനെയും കൂടെ മറികടന്നുകൊണ്ട് ചുടുകാറ്റ് ഈ പ്രദേശത്തേക്കും കൂടെ കൽപ്പറ്റ ഉൾപ്പെടുന്ന ഭാഗത്തേക്കും കൂടെ കടന്ന് എത്തുന്ന അവസ്ഥ നമുക്കിപ്പം തന്നെ കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ സമീപഭാവിയിൽ തന്നെയും വയനാട് ജില്ലയിൽ ഒട്ടുമുക്ക സ്ഥലങ്ങളിലും കൊടിയ വരൾച്ചയ്ക്ക് കാരണമാവുന്ന വേനൽ ചൂട് അസാധാരണമാം വിധം കടുത്തതോടെ കാർഷിക മേഖല പ്രതിസന്ധിയിലാണ്. കൃഷിയിടങ്ങളിലേക്കുള്ള ജലസ്രോതസ്സുകൾ മിക്കതും വറ്റിത്തുടങ്ങി. നെൽപ്പാടങ്ങളിലെ വെള്ളം വറ്റിയതോടെ പലയിടങ്ങളിലും പാടം വരണ്ടുണങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ നെൽച്ചെടികൾക്ക് പഴുപ്പ് ബാധിച്ചു. കൂടാതെ സ്കൂളുകളിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. സ്കൂൾ അസംബ്ലികൾ ഒഴിവാക്കുകയോ സമയദൈർഘ്യം പരമാവധി ചുരുക്കുകയോ ചെയ്യണമെന്നും അറിയിച്ചിട്ടുണ്ട്. ജില്ലയിലെ മിക്ക ജലസ്രോതസ്സുകളും ഇപ്പോൾ വറ്റിവരേണ്ട അവസ്ഥയിലാണ്. ജില്ലയിൽ കുഴൽക്കിണറുകളുടെ നിർമ്മാണം നിർത്തിവെക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനിടെ കൽപ്പറ്റ ഉൾപ്പെടെ ചിലയിടങ്ങളിൽ ശനിയാഴ്ച വൈകിട്ടോടെ സാമാന്യം നല്ല വേനൽമഴ കിട്ടിയത് ആശ്വാസമായി. ന്യൂസ് ഡെസ്ക് വയനാട് വിഷൻ. കാഴ്ചകളുടെ വിസ്മയം വിരിയിച്ച അമ്പലവയലിലെ പൂക്കളുടെ മഹാമേള പൂപ്പൊലി രാജ്യാന്തര പുഷ്പഫല പ്രദർശനമേള ഏപ്രിൽ 12 നടത്തുമെന്ന് അറിയിപ്പ്. സാധാരണ ജനുവരി മാസത്തിൽ നടത്തുന്ന മേള പ്രളയത്തിന്റെ പശ്ചാത്തലത്തിലാണ് 3 മാസം വൈകി ഏപ്രിലിൽ നടത്തുന്നത്. പൂപ്പൊലിയുടെ ഭാഗമായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം ഈ മാസം 5 അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ചേരും. കേരള കാർഷിക വികസന വകുപ്പ്, കേരള കാർഷിക സർവകലാശാല, അമ്പലവയൽ മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം എന്നിവരാണ് പൂപ്പൊലിയുടെ സംഘാടകർ. 11 നാൾ നീണ്ടുനിൽക്കുന്ന പൂപ്പൊലി ഇക്കുറിയും വർണ്ണാഭമായി നടത്താനാണ് കാർഷിക സർവകലാശാലയുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായി ഈ മാസം 5 അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ വെച്ച് സംഘാടക സമിതി രൂപീകരണ യോഗം ചേരുമെന്ന് കേന്ദ്രം മേധാവി ഡോക്ടർ കെ അജിത് കുമാർ അറിയിച്ചു. വിനോദത്തിനൊപ്പം വിജ്ഞാനത്തിനും കൂടി പ്രാമുഖ്യം നൽകുമെന്നും അദ്ദേഹം വയനാട് വിഷനോട് പറഞ്ഞു. മധ്യവേനൽ അവധിക്കാലമായതിനാൽ കൂടുതൽ സന്ദർശകർ എത്തുമെന്നാണ് പ്രതീക്ഷ. ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രിയെ എത്തിക്കാനാണ് അധികൃതരുടെ നീക്കം. പതിവ് പോലെ കർഷക കൂട്ടായ്മകൾ, നഴ്സറി കാർഷിക പ്രതിനിധികൾ, കാർഷിക വകുപ്പ്, കർഷകേതര സർക്കാർ സ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, പുഷ്പഫലങ്ങളുടെ ഉൽപ്പാദനവും വിപണനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംരംഭകർ എന്നിവരുടെ ഉൾപ്പെടെയുള്ള സ്റ്റാളുകൾ
മേള നഗരിയിൽ ക്രമീകരിക്കാനാണ് നീക്കം. ദിവസവും വൈകിട്ട് കലാപരിപാടികളുമുണ്ടാകും. സാധാരണ ജനുവരി മാസത്തിലാണ് പൂപ്പലി പുഷ്പമേള നടത്തിയിരുന്നത്. പ്രളയം കണക്കിലെടുത്ത 3 മാസം വൈകി ഏപ്രിലിൽ നടത്താൻ ധാരണയാവുകയായിരുന്നു. 12 ഏക്കറിലധികം വ്യാപിച്ചു കിടക്കുന്നതാണ് പൂപ്പലി ഉദ്യാനം. ബിനേഷ് മാത്യു, വയനാട് വിഷൻ, അമ്പലവയൽ. പടിഞ്ഞാറത്തറ ബാണാസുര സാഗർ ഹൈഡൽ ടൂറിസം കേന്ദ്രത്തിലെ ജീവനക്കാർ നടത്തിവന്ന പണിമുടക്ക് അവസാനിപ്പിച്ചു. നാളെ ജില്ലയിലെത്തുന്ന വൈദ്യുതി മന്ത്രി എം മണിയുമായി വിഷയം ചർച്ച ചെയ്യാമെന്ന CK ശശീന്ദ്രൻ MLA നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അനിശ്ചിതകാല പണിമുടക്ക് അവസാനിച്ചത്. ഹൈഡൽ കേന്ദ്രത്തിന്റെ ചുമതലയുള്ള സ്പെഷ്യൽ ഓഫീസർ തൊഴിലാളികളോട് വിവേചനപരമായി പെരുമാറുന്നുവെന്ന് ആരോപിച്ചും ഇദ്ദേഹത്തെ തലസ്ഥാനത്ത് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് തൊഴിലാളികൾ പണിമുടക്കിയത്. സമരം പിൻവലിച്ചതോടെ ഇന്നു മുതൽ ടൂറിസം കേന്ദ്രത്തിന്റെ പ്രവർത്തനം സാധാരണ നിലയിലായി. ഹൈഡൽ തൊഴിലാളികൾ 2 ദിവസമായിട്ട് ഇവിടുത്തെ സ്പെഷ്യൽ ഓഫീസറുടെ പക്ഷപാത നിലപാടിനെതിരെയും തൊഴിലാളികളെ ഭിന്നിപ്പിക്കുന്നതിനും എതിരായിട്ട് 2 ദിവസമായി നടത്തുന്ന സമരം, പക്ഷപാതപരമായി പെരുമാറുന്നതിൻ്റെ ഭാഗമായി 2 ദിവസമായി നടത്തുന്ന സമരം ഇന്ന് ട്രേഡ് യൂണിയൻ നേതാക്കളുമായും ഫോണിൽ കൂടി MLAയുമായി ചർച്ച ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നാളെ മന്ത്രിയുമായി ചർച്ച ചെയ്ത് ഇതിന് ഉടൻ പരിഹാരമുണ്ടാകുമെന്നുള്ള ഉറപ്പിൻ്റെ മുകളിൽ ഞങ്ങൾ ഇന്ന് 12:45 സമരം അവസാനിപ്പിക്കുകയും 12:45 കൂടി ഹൈഡൽ ടൂറിസം വീണ്ടും പ്രവർത്തനം ആരംഭിക്കുകയാണ് ഇന്ന് ചെയ്തിട്ടുള്ളത്. ജൻഷീറിന് സഹപാഠികളുടെ സ്നേഹസമ്മാനം. യാത്രയപ്പിന് പുതിയ മാതൃക കാണിച്ച് മുട്ടിൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. ഹയർ സെക്കൻഡറി സ്കൂൾ ജീവിതത്തിനൊടുവിൽ കലാലയത്തിൽ നിന്ന് വിടവാങ്ങുമ്പോൾ വീൽചെയർ സഹായത്തോടുകൂടി സ്കൂളിലെത്തുന്ന ജൻഷീറിന് സമ്മാനിച്ചത് ഒരു ഓട്ടോമാറ്റിക് വീൽചെയറാണ് കൂട്ടുകാർ. 2 വർഷത്തെ ഹയർ സെക്കൻഡറി സ്കൂൾ ജീവിതത്തിനൊടുവിൽ കലാലയത്തിൽ നിന്നും വിടവാങ്ങുമ്പോൾ കാരുണ്യത്തിന്റെ കരങ്ങൾ തങ്ങളുടെ സഹപാഠിക്ക് നേരെ നീട്ടി മുട്ടിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ വേറിട്ട മാതൃകയായി. കൗമാരക്കാരുടെ യാത്രയപ്പ് ആഘോഷങ്ങൾ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ വാങ്ങിയും കളറുകൾ വാരിവിതറിയും കാതടപ്പിക്കുന്ന ശബ്ദസംഗീത ചുവടുകൾക്ക് വഴിമാറിയപ്പോൾ യാത്രയപ്പിന്റെ വൈകാരികത ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ന്യൂ ജനറേഷൻ കാലഘട്ടത്തിൽ നന്മയുടെ മാതൃകയായി മുട്ടിൽ ഹയർ സെക്കൻഡറി 2ാം വർഷ വിദ്യാർത്ഥികൾ തങ്ങളുടെ പ്രിയ കൂട്ടുകാരൻ ജൻഷീറിന് ഓട്ടോമാറ്റിക് വീൽചെയർ സമ്മാനിച്ചു. ജന്മന കാലുകൾക്ക് വൈകല്യമുള്ള ജൻഷീറിന് ഇനി മുതൽ പരസഹായമില്ലാതെ സ്വയം സഞ്ചരിക്കാം. കേരളത്തെ നടുക്കിയ പ്രളയകാലത്ത് തന്റെ കുറവുകൾ ഒന്നും വകവയ്ക്കാതെ മറ്റുള്ളവരെപ്പോലെ ജനങ്ങളിലേക്കിറങ്ങി സഹായപ്രവർത്തനങ്ങളിൽ പങ്കുചേരാൻ തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം ജൻഷീറുമുണ്ടായിരുന്നു. കൂടാതെ സ്കൂളിലെ NSSലെ സജീവ പ്രവർത്തകനാണ് ജൻഷീർ. സ്കൂളിൽ നിന്ന് പഠനയാത്ര പോയപ്പോൾ ജൻഷീറിന് ഇലക്ട്രോണിക് വീൽചെയറിലിരുന്ന് യാത്ര ചെയ്യാൻ അവസരം ലഭിച്ചിരുന്നു. അന്ന് ഇതുപോലൊന്ന് വാങ്ങണം എന്ന ആഗ്രഹവും ഉണ്ടായിരുന്നു. യാത്രയപ്പ് യോഗത്തിനായി സ്വരുക്കൂട്ടിയ തുക ഇത്തരത്തിൽ ചെലവഴിക്കണമെന്ന ചിന്ത കുട്ടികൾ പങ്കുവച്ചപ്പോൾ മാനേജ്മെന്റും അധ്യാപകരും PTA-യും പൂർണ്ണമായും അതിനെ പിന്തുണച്ചു. 1 ലക്ഷത്തോളം രൂപ വിദ്യാർത്ഥികൾ പിരിച്ചു നൽകിയപ്പോൾ ബാക്കി തുക മുട്ടിൽ ഫൈറ്റ് ഫോർ ലൈഫിന്റെ കോർഡിനേറ്ററായ അക്ബർ അലിഖാനാണ് നൽകിയത്. വയനാട് ജില്ലാ സബ് കളക്ടർ ഉമേഷ് NSK ചടങ്ങുദ്ഘാടനം നിർവഹിച്ചു. WMO പ്രസിഡന്റ് KK അഹമ്മദ് ഹാജി അധ്യക്ഷനായിരുന്നു. PTA പ്രസിഡന്റ് സിറാജ്, ഫൈറ്റ് ഫോർ ലൈഫ് കോർഡിനേറ്റർ അക്ബർ അലിഖാൻ, അബ്ദുൾ റസാഖ്, രസിത ശോകൻ കോഴിക്കോട്, P യൂസഫ് മാസ്റ്റർ വയനാട്, ബിഷോർ KC, PA ജലീൽ, മാനേജ്മെന്റ് പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. വലിയൊരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. ഫസ്റ്റ് വണ്ടർല പോയപ്പോൾ അത് ഉപയോഗിച്ച് അപ്പോൾ എൻ്റെ അധ്യാപകർക്ക് തോന്നിയിട്ട് അവർ കുട്ടികളുമായി ആശയം പങ്കിട്ട് അങ്ങനെ അവരെല്ലാവരും കൂടിയിട്ട് തന്നതെന്ന് തോന്നുന്നത്. ഇത് ഇനി സുഖമായി ആരെയും താല്പര്യമില്ലാണ്ട് എവിടേക്കും പോവാലോ സ്വന്തം ഇഷ്ടപ്രകാരം. ഇപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് സെൻഡ് ഓഫ് എന്നുള്ളത്. പലപ്പോഴും ആഘോഷത്തിനപ്പുറം അതൊരു അതിരുകടക്കലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ WMന്റെ കീഴിലുള്ള ഒരു സ്ഥാപനം എന്ന നിലയ്ക്ക് ഞങ്ങളുടെ സെൻഡ് ഓഫിൻ്റെ ഭാഗമായി ഞങ്ങളുടെ ഒരു സുഹൃത്തിന് ഇലക്ട്രോണിക് വീൽ ചെയർ സമ്മാനിക്കുകയാണ് ചെയ്തത്. ഇത്തരമൊരു ആശയം മുൻപോട്ട് വെക്കാൻ കാരണം ഈ ഓഗസ്റ്റിലുണ്ടായ പ്രളയ സമയത്ത് NSSന്റെ ഒരു ആക്റ്റീവ് വളണ്ടിയർ എന്ന നിലയിൽ അവന് കാണിച്ചൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. ആ സമയത്താണെങ്കിലും ഒട്ടും പുറകോട്ട് നിൽക്കാൻ പറ്റാത്തൊരു മനസ്സ് അവനിൽ കണ്ടു. പിന്നെ ഞങ്ങളുടെ പഠനയാത്രയായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പോയ സമയത്തും എല്ലാം ആഘോഷിക്കണം, എല്ലാം ഒന്ന് ആസ്വദിക്കണം എന്നുള്ളൊരു മനസ്സ് അവനിലുണ്ടായെന്ന് ഞങ്ങൾക്ക് തോന്നി. ആ സമയത്ത് അവൻ്റെ യാത്ര ഒന്നുകൂടെ എളുപ്പമാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലെത്തിയത്. ജാഷിദ് കരീം, വയനാട് വിഷൻ, കൽപ്പറ്റ. മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ ലോറിയിൽ അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന സിഗരറ്റ് പിടികൂടി. 1,20,000 സിഗരറ്റാണ് പിടികൂടിയത്.
മൈസൂർ ഭാഗത്തുനിന്ന് വന്ന KL49E1280 നമ്പർ ലോറിയിൽ ബിസ്ക്കറ്റ് പെട്ടികൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സിഗരറ്റ് പെട്ടികൾ. മടവൂർ ആരംഭം ഭാഗത്ത് എടക്കാട്ടിൽ വീട്ടിൽ റിയാസ് എന്ന ആളായിരുന്നു ലോറിയുടെ ഡ്രൈവർ. സിഗരറ്റും ലോഡും ഉൾപ്പെടെ ലോറിയും തുടർ നടപടികൾക്കായി GST സ്ക്വാഡിന് കൈമാറി. പിടിച്ചെടുത്ത സിഗരറ്റിന് ഉദ്ദേശം 6 ലക്ഷത്തോളം വില വരും. നാളെ മഹാശിവരാത്രി. ശിവരാത്രി മഹോത്സവം ആഘോഷിക്കാൻ ഒരുങ്ങി ജില്ലയിലെ ക്ഷേത്രങ്ങൾ. കമ്പളക്കാട് മാനഞ്ചേരി ശ്രീ മഹാദേവ ക്ഷേത്രം ശിവരാത്രി മഹോത്സവത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. നിരവധി ഭക്തരാണ് ശിവരാത്രി മഹോത്സവത്തിനായി ഇവിടെ എല്ലാ വർഷവും എത്തുന്നത്. ശിവരാത്രി മഹോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. മഹാശിവരാത്രി ദിനത്തിൽ മാനഞ്ചേരി ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജകൾ കൂടാതെ ശൈവ ചൈതന്യമായ മുത്തപ്പന്റെ തിരുവപ്പനയും വെള്ളാട്ടും ഇത്തവണയും നടക്കും. മഹാഗണപതി ഹോമം, മഹാരുദ്രാഭിഷേകം, മറ്റ് വിശേഷാൽ പൂജകൾ തുടങ്ങിയവ നടക്കും. ഇതോടൊപ്പം കണിയാമ്പറ്റ കാനഞ്ചേരി കോൽക്കളി സംഘം അവതരിപ്പിക്കുന്ന കോൽക്കളിയും ഉണ്ടാകും. വായന്നൂർ കണിയൻചാലിൽ ശ്രീധരൻ പെരുവണ്ണാന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് തിരുവപ്പനയും വെള്ളാട്ടും നടക്കുക. മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ഗംഭീരമായി കൊണ്ടാടാൻ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ മാതിരി തന്നെ മുത്തപ്പൻ പറശ്ശിനിക്കടവിലെ മുത്തപ്പൻ തിരുവപ്പന വെള്ളാട്ട് ഈ വർഷവും നടത്തുവാൻ ഭക്തജനങ്ങളുടെയും ക്ഷേത്ര കമ്മിറ്റിയുടെയും നിർദ്ദേശപ്രകാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിന് എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങളും ഞങ്ങൾക്ക് ഇതിലേക്ക് വേണം. പറശ്ശിനിക്കടവിൽ ഒരു വർഷം പോകുന്നതിന് പകരം എല്ലാവർക്കും മുത്തപ്പനെ കാണാനുള്ളൊരു വേദി മാനഞ്ചേരി ക്ഷേത്രാങ്കണത്തിൽ ക്ഷേത്രസമിതി ഒരുക്കിയിട്ടുണ്ട്. പ്രദേശവാസികളുടെ ദുരിതത്തിന് അറുതിയില്ല. ചുണ്ടേൽ സൗത്ത് ഫാക്ടറി റോഡ് പണി പാതി വഴിയിൽ. കാലങ്ങളായുള്ള നാട്ടുകാരുടെ ഇടപെടൽ മൂലം പണി തുടങ്ങിയെങ്കിലും കരാറുകാരുടെ അനാസ്ഥയും അധികാരികളുടെ കെടുകാര്യസ്ഥയും കാരണം പണി പാതി വഴിയിൽ നിലച്ചിരിക്കുകയാണ്. വൈത്തിരി പഞ്ചായത്തിലെ ചുണ്ട 1, വാർഡ് 14 തുടങ്ങിയവ ഉൾപ്പെടുന്ന സൗത്ത് ഫാക്ടറി റോഡാണ് ഒരു പതിറ്റാണ്ടായി തകർന്നു കിടന്നത്. തുടർന്ന് പ്രദേശവാസികളുടെ മുറവിളികൾക്കൊടുവിലാണ് കഴിഞ്ഞ വർഷം ജില്ലാ പഞ്ചായത്തിൽ നിന്ന് 10 ലക്ഷം രൂപ അനുവദിച്ച ആദ്യ ഭാഗമായി 1005 മീറ്റർ റോഡ് പുനർനിർമ്മിച്ചത്. എന്നാൽ ബാക്കി ഭാഗം നിർമ്മിക്കുന്നതിന് പിന്നീട് വന്ന കരാറുകാരൻ പല സാങ്കേതിക തടസ്സങ്ങളും പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് വീണ്ടും ജനകീയ പ്രതിഷേധം ഉടലെടുത്തു. ഒടുവിൽ കഴിഞ്ഞ മാസം പണി തുടങ്ങിയപ്പോൾ തന്നെ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തിയിൽ അപാകതയുണ്ടെന്ന് കണ്ടെത്തി നാട്ടുകാർ ഇടപെട്ട് പണി നിർത്തിവെപ്പിച്ചു. കലക്ടർക്കും ജില്ലാ പഞ്ചായത്തിനും വിജിലൻസിനും അടക്കം ഒപ്പുശേഖരണമടക്കം നടത്തി പരാതിപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. അത് പ്രോപ്പറായിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ല. അത് പിന്നെ വണ്ടി പോകുമ്പോൾ ഇപ്പൊ തന്നെ പൊട്ടി. അത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് ഇപ്പൊ ഇത്തരം രീതിയിൽ ഫണ്ടും കാര്യമൊക്കെ വിനിയോഗിച്ചിട്ട് നാട്ടുകാരെ പൈസ കരാറിൽ നിന്ന് പോകാന്നല്ലാണ്ട് വേറെ ഒരു കാര്യങ്ങളുമില്ല. ഇത് കാലാകാലങ്ങളായുള്ള പ്രതിഷേധങ്ങൾക്കും പരാതികൾക്കും ഒടുവിലാണ് ഇവർക്ക് റോഡ് കിട്ടുന്നത്. എന്നാൽ ഇപ്പോൾ റോഡ് പണി ഏറ്റെടുത്ത കരാറുകാരന്റെ പണിയിലെ കൃത്രിമത്വം ഇവരുടെ റോഡ് പണി വീണ്ടും അനിശ്ചിതത്വത്തിലാക്കിയിരിക്കുന്നു. നിർമ്മാണം ആരംഭിച്ച് 350 മീറ്റർ ആയപ്പോൾ തന്നെ പൊളിയാൻ തുടങ്ങിയെന്നും ഇത്തരത്തിൽ തട്ടിക്കൂട്ടി റോഡ് നിർമ്മിച്ചാൽ അടുത്ത മഴയ്ക്ക് മുൻപ് തന്നെ റോഡ് പൊട്ടിപ്പൊളിയുമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ രീതിയാണ്. ഇതിന് ഇനി ഞങ്ങൾ കൊടുക്കാത്ത ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കാത്ത പരാതികൾ എവിടെയില്ല. ഇവരെല്ലാം ഇത് വന്ന് നോക്കിപ്പോയതും ഇതിനിതുവരെ ഒരു പരിഹാരം കാണാത്തതുമായി കിടക്കുന്ന റോഡാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ മാർച്ച് ഏപ്രിലിൻ്റെ ഉള്ളിൽ ഏത് ഫണ്ട് വെച്ചിട്ടെങ്കിലും 18-19 വർഷത്തെ ഫണ്ട് വെച്ച് ജനങ്ങളുടെ ബുദ്ധിമുട്ട് മാറ്റിത്തരണമെന്നാണ് ജനങ്ങൾക്ക് പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ടവർ ഇടപെട്ട് റോഡിന്റെ പ്രശ്നത്തിൽ കൃത്യമായ പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് ഒരുങ്ങുമെന്ന് നാട്ടുകാർ പറഞ്ഞു. പ്രണവ്, വയനാട് വിഷൻ, വൈത്തിരി. കൽപ്പറ്റ ഫിലിം ഫ്രട്ടേണിറ്റി ദ്വിദിന ചലച്ചിത്രമേളയ്ക്ക് കൽപ്പറ്റ SKMJ ഹൈസ്കൂളിൽ തുടക്കമായി. SKMJ സ്കൂൾ ജൂബിലി ഹാളിൽ നടക്കുന്ന മേളയിൽ സിനിമയ്ക്ക് പുറമെ പരിസ്ഥിതി ഡോക്യുമെന്ററി, ഓപ്പൺ ഫോറം, തനത് സംഗീതാവതരണം തുടങ്ങിയവയും നടക്കും. 2017 ദേശീയ ഡോക്യുമെന്ററി അവാർഡ് ജേതാവ് വയനാട്ടുകാരനായ അനീസ് കെ മാപ്പിളയുടെ സ്ലേവ് ജനോസിസ് എന്ന ഡോക്യുമെന്ററി നാളെ പ്രദർശിപ്പിക്കും. സാധാരണ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഫെസ്റ്റിവലുകളുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഫെസ്റ്റിവലിനുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് ഒരു തീമാറ്റിക് ഫിലിം ഫെസ്റ്റിവലാണ്. മനുഷ്യൻ പ്രകൃതി എന്ന തീം എടുത്തുകൊണ്ട് സിനിമകൾ, ഡോക്യുമെൻ്ററികൾ, പാട്ടുകൾ, ചർച്ചകൾ, ഇത്തരം പല വിധത്തിലുള്ള സാംസ്കാരികമായ കലാപരമായ പരിപാടികളിലൂടെ ഈ തീമിനെ ആളുകൾക്കിടയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ പരിപാടിയുടെ രാഷ്ട്രീയ ലക്ഷ്യം. പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ജവാൻ VV വസന്തകുമാറിന്റെ വീട് കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളി സംഘാടകർ സന്ദർശിച്ചു. കുടുംബത്തിന് ചേരമാൻ പള്ളിയുടെ പേരിൽ ധനസഹായം കൈമാറി. വൈത്തിരി പഞ്ചായത്ത് പ്രസിഡന്റ് V ഉഷാകുമാരിയുടെ സാന്നിധ്യത്തിൽ ചേരമാൻ പള്ളി ഇമാം സൈഫുദ്ദീൻ അൽ ഖാസിമിയാണ് ചെക്ക് കൈമാറിയത്. ജവാന്റെ 2 മക്കളുടെ വിദ്യാഭ്യാസ ചെലവുകൾ വഹിക്കുന്നതിനും വസന്തകുമാറിന്റെ പേരിൽ നിർമ്മിക്കുന്ന സ്മൃതി മണ്ഡപത്തിനുള്ള സാമ്പത്തിക സഹായവുമാണ് ചേരമാൻ പള്ളി കമ്മിറ്റി വൈത്തിരി പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് നൽകിയത്. ഇതൊരു മഹലിന്റെ
ഒരു ബാധ്യതയായിട്ട് കൂടിയാണ് ഞങ്ങളിത് ഏറ്റെടുത്തിരിക്കുന്നത്. ആ കൊച്ചുമക്കളുടെ പഠനവും അവരുടെ ജീവിതവും എല്ലാം മഹല്ല് ഏറ്റെടുക്കുകയും അവരുടെ ഭാവി ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടി അവരൊറ്റയ്ക്കല്ല. നമുക്കറിയാം, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അവസ്ഥ എന്ന് പറഞ്ഞ വൈധവ്യവും അനാഥത്വമാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വിധവയെയും അനാഥരെയും ചേർത്ത് പിടിക്കുന്നവർ സ്വർഗത്തില് ഞാനും അവനും അടുത്തായിരിക്കുമെന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു വിശ്വാസത്തിന്റെ ഭാഗമായി, ഇത് രാജ്യസ്നേഹത്തിന്റെ ഭാഗമായി ചെയർമാൻ മഹല്ല് ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്. മെയ് ജൂൺ മാസങ്ങളിൽ നടക്കുന്ന BSF, CASF, RPF അർദ്ധസൈനിക വിഭാഗങ്ങളിലേക്കുള്ള എഴുത്തു പരീക്ഷയ്ക്കുള്ള സൗജന്യ പരിശീലനം ഈ മാസം 9 മുതൽ ആരംഭിക്കുമെന്ന് നടവയൽ എക്സാറ്റ് എക്സ് സർവീസ്മെൻ അക്കാദമി ഭാരവാഹികൾ കൽപ്പറ്റയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മിതമായ നിരക്കിൽ ഭക്ഷണ താമസ സൗകര്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകുക. ആർമിയുടെ റിക്രൂട്ട്മെന്റ് മെയിൽ നടത്താനിരിക്കുന്നതിൽ ആദ്യം ഫിസിക്കലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ 5 മിനിറ്റ് 40 സെക്കൻഡ് കൊണ്ട് 1.6 കിലോമീറ്റർ ഓടിയെത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. 2 മാസത്തെ കാര്യമായ പ്രയത്നം ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ. അത് യോഗ്യതയുള്ള കുട്ടികൾ എന്ന് വെച്ചാൽ ഞായറാഴ്ച നമ്മൾ പ്രാക്ടീസ് കൊടുത്ത് എല്ലാ ഞായറാഴ്ച നമ്മൾ സമയം വെച്ചിട്ടാണ് അവർ ഓടിക്കുക. ഈ സമയം വെച്ച് ഓടിക്കുന്നതിൽ അവർക്ക് 5 മിനിറ്റ് 40 സെക്കൻഡ് കൊണ്ട് ഓടി ഏകദേശം എത്തുന്നവർക്ക് അവർക്ക് വീട്ടിൽ നിന്ന് സ്വയം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലും അത് ആർമിയിൽ വിജയിക്കാൻ പറ്റും. കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കോർപ്പറേഷന്റെയും പടിഞ്ഞാറത്തറ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. പടിഞ്ഞാറത്തറ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന സെമിനാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KB നസീമ ഉദ്ഘാടനം ചെയ്തു. പടിഞ്ഞാറത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP നൌഷാദ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ തമ്പി, വൈസ് പ്രസിഡന്റ് P നസീമ, ജനപ്രതിനിധികളായ ശകുന്തള ഷൺമുഖൻ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ P സാജിദ മുഖ്യപ്രഭാഷണം നടത്തി. നമ്മൾ എത്തിച്ചേർന്നതാണ്. കാരണം നമുക്ക് സാമ്പത്തികം ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഒരു മെഡിക്കൽ ക്യാമ്പ് നമ്മൾ സംഘടിപ്പിച്ചാൽ, ഇപ്പം മാനന്തവാടിയിൽ ഞങ്ങൾ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. 2000 ആളുകളെയാണ് പ്രതീക്ഷിച്ചത്. 10,000 ആളുകളാണ് അവിടെ എത്തിയത്. ഇപ്പൊ വയനാട്ടിലെ ആളുകൾക്ക് മരുന്നും ആവശ്യമുണ്ട്, പണവും ആവശ്യമുണ്ട്. അപ്പം എല്ലാം പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ നമ്മളൊരു പ്രളയത്തെ അതിജീവിച്ചു വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന സാമ്പത്തിക സഹായം അത് പറയുന്ന ഇൻട്രസ്റ്റ് കൂട്ടി നമുക്കത് തിരിച്ചടക്കാനുള്ള കഴിവുകളും കൂടെ നമ്മൾ നോക്കണം. ഇല്ലെങ്കിൽ നമ്മൾ വലിയൊരു ബാധ്യതയിലേക്ക് പോകും എന്നുള്ളത് സാമ്പത്തികമായി. ബത്തേരി ശ്രീ മാരിയമ്മൻ ക്ഷേത്ര മഹോത്സവത്തോടനുബന്ധിച്ച് വിദ്യാഗോപാല മന്ത്രാർച്ചന നടത്തി. വിദ്യാർത്ഥികളുടെ ബുദ്ധിക്കും മനസ്സിനും ഉണർവേകി പഠന പുരോഗതി എന്ന ലക്ഷ്യത്തോടെയാണ് വിദ്യാഗോപാല മന്ത്രാർച്ചന നടത്തിയത്. ക്ഷേത്രാങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് മന്ത്രാർച്ചന നടത്തിയത്. 1500 വിദ്യാർത്ഥികളാണ് മന്ത്രാർച്ചനയിൽ പങ്കെടുത്തത്. ഇത് 12ാം തവണയാണ് മന്ത്രാർച്ചന നടത്തുന്നത്. ചടങ്ങിന്റെ ഉദ്ഘാടനം പ്രശസ്ത മജീഷ്യനും മൈൻഡ് ഡിസൈനറുമായ RK മലയത്ത് നിർവഹിച്ചു. വിദ്യാഗോപാല മന്ത്രാർച്ചനയ്ക്ക് MP സുരേഷ് കുമാർ, UK സുബ്രഹ്മണ്യൻ, ഗോപിനാഥ് എന്നിവർ നേതൃത്വം നൽകി. ജീവജ്യോതി ചാരിറ്റബിൾ ട്രസ്റ്റ് ജില്ലാ ആശുപത്രിക്ക് സമീപം പുതുതായി നിർമ്മിച്ച ഡിവൈൻ നെസ്റ്റ് കെട്ടിടത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മവും ഉദ്ഘാടനവും നടന്നു. കെട്ടിടം വെഞ്ചരിപ്പ് കർമ്മം ഡോക്ടർ മാർ ജോക്കബ് തൂങ്കുഴി മെത്രോപൊലിത്തയും കെട്ടിട ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KB നസീമയും നിർവഹിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ ശോഭാരാജൻ അധ്യക്ഷയായിരുന്നു. ചടങ്ങിൽ ജീവകാരുണ്യ സേവന മേഖലകളിൽ സജീവ പ്രവർത്തകനായ ജോയ് അറക്കൽ, ജോസഫ് ഫ്രാൻസിസ് വടക്കേടത്ത് എന്നിവരെ ആദരിക്കുകയും ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A പ്രഭാകരൻ മാസ്റ്റർ, നഗരസഭാ കൗൺസിലർ ജേക്കബ് സെബാസ്റ്റ്യൻ, രൂപതാ വികാരി ജനറൽ ഫാദർ അബ്രഹാം നെല്ലിക്കൽ തുടങ്ങിയവരും സംസാരിച്ചു. തുടർന്ന് സ്നേഹവിരുന്ന് നടന്നു. നമ്മുടെ ജില്ലാ ആശുപത്രിയുടെ സമീപത്താണ് നമ്മൾ നിൽക്കുന്നത്. മനസ്സിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ളവർ ആ ഹോസ്പിറ്റലിലേക്കൊന്ന് കയറി ഇറങ്ങിയാൽ തീരാവുന്നതേയുള്ളൂ നമ്മുടെ എല്ലാ അഹങ്കാരങ്ങളും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്ക് ദൈവം ഇവിടെ തന്നിട്ടുള്ള ഈ ഭൂമി എന്ന് പറയുന്നത് അത് വായുവും വെള്ളവും മണ്ണും ഒക്കെ എല്ലാ മനുഷ്യനും ജീവജാലങ്ങൾക്കും ഒക്കെ തന്നെ അനുഭവിക്കാൻ പാകത്തിന് ആർക്കും കൂടുതലോ കുറവോ ഒന്നുമില്ലാതെ തുല്യമായി വിധിച്ചു നൽകിയിട്ടാണ് സൃഷ്ടാവ് ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചിരിക്കുന്നത്. വിരൽ തുമ്പിൽ വിസ്മയം തീർത്ത് ഗോത്ര യുവാവ് തിരുനെല്ലി നടുവന്താറിലെ അരുൺ സിയാണ് തന്റെ കൈവിരലിൽ ചാലിച്ച വർണ്ണങ്ങളാൽ പ്രകൃതിയെയും ജീവിതങ്ങളെയും പകർത്തിവെച്ച് അത്ഭുതപ്പെടുത്തുന്നത്.
വിരൽ തുമ്പുകൊണ്ട് വരയ്ക്കുന്ന ചിത്രങ്ങൾ കൊണ്ട് വിസ്മയമാകുകയാണ് തിരുനെല്ലി നടുവന്താറിലെ അരുൺ സി എന്ന ഗോത്ര യുവാവ്. ചിത്രം വരയിൽ പ്രത്യേകിച്ച് പരിശീലനമൊന്നും നേടിയില്ലെങ്കിലും വർണ്ണങ്ങളിൽ കൈവിരൽ ചാലിച്ച് പതിപ്പിച്ച ചിത്രങ്ങൾക്ക് പ്രകൃതിയെ ഒപ്പിയെടുത്തതുപോലെ ജീവനുണ്ട്. പ്രകൃതിയും വേഴാമ്പലും മരങ്ങളും പാമ്പുകളും പൂക്കളും കാട്ടുപോത്തും കടുവയും എല്ലാം നിറഞ്ഞ ജലഛായ ചിത്രങ്ങളാണ് അരുൺ വരച്ചിട്ടുള്ളത്. സാധാരണ കാർഡ്ബോർഡിൽ പേപ്പർ ഒട്ടിച്ചാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത്. മറ്റ് വിലപിടിപ്പുള്ള പേപ്പറുകളോ പെയിന്റുകളോ ഉപയോഗിക്കാറില്ല. പരിമിതിയിൽ നിന്ന് അരുൺ വരയ്ക്കുന്ന മികച്ച ചിത്രങ്ങൾ കണ്ട് ഇത് മനസ്സിലാക്കിയ വനംവകുപ്പിലെ അപ്പപ്പാറ സെക്ഷൻ ഡെപ്യൂട്ടി റേഞ്ചർ അരുണിന്റെ നിർദ്ദേശപ്രകാരമാണ് ഫോറസ്റ്റ് ഓഫീസിന്റെ മതിലിൽ അരുണിനെ ചിത്രങ്ങൾ വരയ്ക്കാൻ ഏൽപ്പിച്ചത്. കൂടുതലായിട്ട് കാടിന് ബന്ധപ്പെട്ടാണ് വരച്ചിട്ടുള്ളത്. വന്യമൃഗങ്ങളെ കൂടുതലും വരച്ചത്. ആന, കാട്ടുപോത്ത്, ചെന്നായി, പിന്നെ കൂടുതൽ പക്ഷികള്, ചിത്രശലഭങ്ങൾ അങ്ങനെ കൂടുതലും വരച്ചിട്ടുള്ളത്. കാരണം ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് അവർ ഫോട്ടോ തരുന്നതാണ് വരയ്ക്കാൻ. അവർ ഫോട്ടോ തരുന്നത് നമ്മൾ നോക്കിയിട്ട് അതേപോലെ വരയ്ക്കും. ഫോട്ടോ നോക്കിയിട്ട് ഒരുവിധം അങ്ങനെ വരയ്ക്കും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മാറ്റാനുള്ള ആവശ്യമുണ്ട്. അതിനനുസരിച്ച് ഇങ്ങനെ ഭംഗി കൂട്ടാനും ഇതാക്കാനും നമ്മൾ തന്നെ ബാക്ക്ഗ്രൗണ്ട് മുൻകൈ എടുക്കുന്നത്. അല്ലാതെ വരയ്ക്കുന്ന വീട്ടിലിങ്ങനെ വരച്ച് വെക്കാറുണ്ട് അല്ലാത്ത ചിത്രങ്ങളൊക്കെ. കൂടുതലും വന്യമൃഗങ്ങളുടെ കൂടുതലായിട്ട് വരുന്നതന്നെ ചിത്രം വരയ്ക്കുകയാണ്. ആരെയും വിസ്മയിപ്പിക്കുന്ന തരത്തിൽ വന്യജീവികളുടെ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാണ് അരുൺ ചുമരിൽ നിറച്ചത്. അവസരങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും പരിശീലനവും ഉണ്ടെങ്കിൽ ഭാവിയിലെ മികച്ച ചിത്രകാരനായി മാറും ഈ ആദിവാസി യുവാവ്. സുരേഷ് ബാബു, വയനാട് വിഷൻ, കാട്ടിക്കുളം. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി പ്രളയബാധിതർക്കായി തവിഞ്ഞാൽ പഞ്ചായത്തിൽ നിർമ്മിച്ചു നൽകിയ ടെന്റുകളുടെ സമർപ്പണവും വീട്ടുപകരണങ്ങളുടെ വിതരണവും സംഘടിപ്പിച്ചു. മക്കിമല പുന്നാട്ടുകഴി സജിയുടെ വീട്ടിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിഷ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. റെഡ് ക്രോസ് ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് ജോർജ് വാത്തുപറമ്പിൽ അധ്യക്ഷനായിരുന്നു. വാർഡ് മെമ്പർ വിജയലക്ഷ്മി ടീച്ചർ, റെഡ് ക്രോസ് ജില്ലാ സെക്രട്ടറി മനോജ് കെ തുടങ്ങിയവർ സംസാരിച്ചു. ഒന്ന്, നമ്മുടെ സ്ഥലത്തിന് വ്യക്തമായ രേഖയില്ലാത്ത അല്ലെങ്കിൽ TLB എന്നുള്ള കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കേസുകളും തണ്ണീർത്തടവുമായി ബന്ധപ്പെട്ടുള്ള കേസുകളും റേഷൻ കാർഡ് പുതിയ കുടുംബ റേഷൻ കാർഡിൽ പെട്ട ഒരാൾ പുതിയ റേഷൻ കാർഡ് അനുവദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വരുന്നവരെ തൽക്കാലം എഗ്രിമെൻറ്റ് വെക്കണ്ട എന്ന നിർദ്ദേശ ഗവൺമെൻറ് ഉത്തരവ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം മാറ്റി നിർത്തപ്പെട്ടുള്ള ആൾക്കാരാണ്. ബാക്കിയെല്ലാം തന്നെ 2ഉം 3ഉം ഗഡുക്കൾ മേടിച്ച് അവസാന ഗഡുവിലേക്കൊക്കെ തന്നെ നിൽക്കുന്ന ആൾക്കാർ നല്ല രീതിയിൽ വീട് പണി 400 സ്ക്വയർ ഫീറ്റ് എടുത്ത് ബാക്കി അവരെ ലഹരി ഉപയോഗം മൂലമുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ ചൂണ്ടിക്കാട്ടി വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിൽ നിന്ന് പുതുതലമുറ പിന്മാറുക എന്ന സന്ദേശമുയർത്തി പുൽപ്പള്ളി വിജയ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് വിദ്യാർത്ഥികൾ സ്കൂൾ പരിസരത്തെ 100 മീറ്റർ ചുറ്റളവിൽ യെല്ലോ വരയിട്ട ലഹരിരഹിത മേഖലയായി അടയാളപ്പെടുത്തി. പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KJ പോൾ ഉദ്ഘാടനം ചെയ്തു. NSS പ്രോഗ്രാം കോർഡിനേറ്റർ നിഷ MY ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. പ്രിൻസിപ്പൽ TS സന്തോഷ് മുഖ്യപ്രഭാഷണം നടത്തി. സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ചർച്ച് ബിൽ ക്രൈസ്തവ സഭയെ തകർക്കാനുള്ള ശ്രമമാണെന്നും ഇതിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും കത്തോലിക്ക കോൺഗ്രസ് രൂപതാ പ്രസിഡന്റ് പ്രൊഫസർ സാജു കൊല്ലപ്പള്ളി ഇളം സെന്റ് സെബാസ്റ്റ്യൻ ഇടവക സമൂഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ കരിദിനാചരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഭയ്ക്കുള്ളിൽ കടന്നുകയറി സഭയെയും വിശ്വാസത്തെയും തകർക്കാനുള്ള ഗൂഢശ്രമങ്ങൾ വിശ്വാസി സമൂഹം ചെറുത്തു തോൽപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കരിദിനാചരണത്തോടനുബന്ധിച്ച് നടന്ന പ്രതിഷേധ കൂട്ടായ്മ കത്തോലിക്ക കോൺഗ്രസ് ഫെറോന ഡയറക്ടർ ഫാദർ സോണി വടയാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഷാജു പുൽപ്പാറ അധ്യക്ഷനായിരുന്നു. നിയമപരിഷ്കരണ കമ്മീഷൻ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. ആ വെബ്സൈറ്റിലുള്ള ബില്ലിൽ ഇതിന്റെ വിപത്തുകൾ എന്താണെന്ന് അല്ലെങ്കിൽ ഇതിന്റെ ഇഫക്റ്റുകൾ എന്താണെന്ന് പറയുകയും ആർക്കെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അത് മാർച്ച് 7-8 തീയതികളിൽ നടക്കുന്ന സിറ്റിംഗിൽ ബോധ്യപ്പെടുത്തുകയും ചെയ്യണമെന്ന് പറയുമ്പോൾ അതിലൊരു വലിയ ദുസൂചനയുണ്ട്. ഇപ്പോൾ സർക്കാർ ഒരു ഇലക്ഷന് മുമ്പിൽ നിൽക്കുമ്പോൾ ഇത് നടപ്പാക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് വന്നേക്കാം. അത് വരാൻ പാടില്ല എന്നുള്ളതിന്റെ വലിയ സൂചനയാണ് നമ്മുടെ കേരളത്തിൽ മൊത്തം കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളും ക്രൈസ്തവ വിശ്വാസികളും ഇന്ന് മാർച്ച് 3 കരിദിനമായിട്ട് ആചരിക്കുന്നത്. പുൽപ്പള്ളി സെന്റ് ജോസഫ് സിംഹാസന കത്തീഡ്രലിന് കീഴിൽ ചാത്തമംഗലത്ത് പുനർനിർമ്മിച്ച പരിശുദ്ധ ഇഗ്നാത്തിയോസ് ഏലിയാസ് തൃതീയൻ ബാവയുടെ നാമോദയത്തിലുള്ള കപ്പളയുടെ വെഞ്ചരിപ്പ് മലബാർ ഭദ്രാസനാധിപൻ സക്രിയാസ് മാർ പോളികാർപ്പസ് കുദാശകർമ്മം നിർവഹിച്ചു. ഇടവകയിലെ മുതിർന്ന വൈദികനായ ഫാദർ പൗലോസ് കോർ എപ്പിസ്കോപ്പിയെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് സന്ധ്യാപ്രാർത്ഥന, അനുഗ്രഹ പ്രഭാഷണം തുടങ്ങിയവ നടന്നു. ഫാദർ റജി പോൾ ചവർപ്പനാൽ, റോയ് നീറന്താനം, ബേബി കരിക്കുടി തുടങ്ങിയവർ നേതൃത്വം നൽകി. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. വേനൽച്ചൂടിൽ വെന്തുരുകി വയനാട്. സൂര്യാഘാതം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പകൽ സമയങ്ങളിൽ ജോലി ചെയ്യുന്നവർ സമയക്രമം പാലിക്കണമെന്ന് അധികൃതർ. ഈ വർഷത്തെ കൂടിയ താപനില 32.7 ഡിഗ്രി സെൽഷ്യസ്. പൂക്കളുടെ മഹാമേള പൂപ്പൊലി ഏപ്രിൽ 12 നടത്തുമെന്ന് അധികൃതർ. സംഘാടക സമിതി രൂപീകരണ യോഗം മാർച്ച് 5.
ബാണാസുര സാഗറിൽ ഹൈഡൽ ടൂറിസം കേന്ദ്രത്തിലെ ജീവനക്കാർ നടത്തിവന്ന പണിമുടക്ക് താൽക്കാലികമായി അവസാനിച്ചു. നാളെ ജില്ലയിലെത്തുന്ന വൈദ്യുതി മന്ത്രി എം മണിയുമായി ചർച്ച നടത്തും. വേറിട്ട മാതൃകയുമായി മുട്ടിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. കലാലയത്തിൽ നിന്ന് വിട പറയുമ്പോൾ പരസഹായമില്ലാതെ നടക്കാൻ കഴിയാത്ത സഹപാഠിക്ക് സ്നേഹസമ്മാനമായി നൽകിയത് ഓട്ടോമാറ്റിക് വീൽ ചെയർ. മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ ലോറിയിൽ അനധികൃതമായി കടത്തിയ സിഗരറ്റ് പിടികൂടിയത് 1,20,000 സിഗരറ്റ്. നാളെ മഹാശിവരാത്രി. ശിവരാത്രി മഹോത്സവത്തിന് ജില്ലയിലെ ക്ഷേത്രങ്ങൾ ഒരുങ്ങി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.